സ്ലോവാക്യയിലെ സ്വിർ മരിയൻ വണക്കം തുടരുന്നതിന് അനുമതി നൽകുന്ന നിഹിൽ ഒബ്സ്റ്റാറ്റ് പുറപ്പെടുവിച്ച് വത്തിക്കാൻ 1990-നും 1995-നും ഇടയിൽ സ്ലോവാക്യയിലെ മൗണ്ട് സ്വിറിലെ ലിറ്റ്മാനോവയിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങളുമായി ബന്ധപ്പെട്ട ആത്മീയ ഫലങ്ങൾ വിലയിരുത്തുന്നതിന് നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിൽ ഈ ഭക്താനുഷ്ഠാനങ്ങൾക്ക് തടസ്സമില്ലെന്ന് വത്തിക്കാന്റെ വിശ്വാസ കാര്യങ്ങൾക്കായുള്ള ഡിക്കാസ്ട്രി ഔദ്യോഗിക രേഖയിലൂടെ അറിയിച്ചു. പ്രസ്തുത അറിയിപ്പ് ഉൾക്കൊള്ളുന്ന കത്ത് ഡിക്കാസ്ട്രിയുടെ പ്രിഫെക്ട് കർദിനാൾ വിക്ടർ മാനുവൽ ഫെർണാണ്ടസ് ബൈസന്റൈൻ റീത്ത് കത്തോലിക്കർക്കായുള്ള പ്രിസോവ് ആർച്ച് ബിഷപ്പ് ജോനാസ് ജോസഫ് മാക്സിമിന് കൈമാറി. സ്ഥലത്ത് പതിവായി വരുന്ന തീർത്ഥാടകർക്ക് ലഭിക്കുന്ന നിരവധി ആത്മീയ ഫലങ്ങളെ ഡിക്കാസ്ട്രിയുടെ രേഖയിൽ പ്രത്യേകം പരാമർശിക്കുന്നതോടൊപ്പം അതിയായ സന്തോഷവും രേഖപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തുവിന്റെ സന്തോഷം പ്രദാനം ചെയ്യുന്നതും ആന്തരിക സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നതുമായ സന്ദേശങ്ങളാണ് പരിശുദ്ധ അമ്മ വഴിയായി ലഭിച്ചതെന്നുള്ള വസ്തുത നിരവധി ആളുകൾക്ക് മാനസാന്തരത്തിനുള്ള പാത തുറന്നുകൊടുത്തതും രേഖ അടിവരയിടുന്നു. യേശു നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താൻ നിങ്ങളുടെ ശത്രുവിനെ അനുവദിക്കരുത്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ലോകം നിങ്ങളെ സന്തോഷിപ്പിക്കുകയില്ല. യേശുവിൽ സന്തോഷവും സമാധാനവും കണ്ടെത്തുക എന്നീ സന്ദേശങ്ങൾ മാനസാന്തരത്തിലേക്കുള്ള ക്ഷണം ഉൾക്കൊള്ളുന്നതായി ഡിക്കാസ്ട്രി വിവരിക്കുന്നു. സന്ദേശങ്ങളിലെ കാതലായ സത്യങ്ങൾ അംഗീകരിക്കുന്നതോടൊപ്പം അതിലെ ചില അവ്യക്തതകളും ഡിക്കാസ്ട്രിയുടെ രേഖയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യക്ഷപ്പെടലുകളുടെ അമാനുഷിക ആധികാരികതയെ അംഗീകരിക്കുന്നില്ല എങ്കിലും പൊതുവണക്കത്തിന് അനുമതി നൽകുന്നതായി ഡിക്കാസ്ട്രി രേഖയിലൂടെ പ്രഖ്യാപിച്ചു.